തലസ്ഥാനത്തെ ന്യൂ ഇയർ ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് പറയാൻ നമ്മളിപ്പം അനുരാഗ് ചേരുന്നുണ്ട്. അനുരാഗ്, എന്തൊക്കെ ആഘോഷങ്ങളാണ് തിരുവനന്തപുരം ഒരുക്കിയിരിക്കുന്നത്? 12 മണിക്ക് ന്യൂ ഇയറിനെ വരവേൽക്കുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് കാണാം, പ്രതീക്ഷിക്കാം തിരുവനന്തപുരം നഗരത്തിൽ നിന്നും? തലസ്ഥാനത്ത് എന്തായാലും എല്ലായിടത്തും ആഘോഷങ്ങൾ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോവളത്തെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ്. ഇവിടെ ഇപ്പോൾ DJ പരിപാടി നടക്കുകയാണ്. കങ്ങുമുഖത്തും കനകക്കുന്നിലും അതുപോലെ മാനവീയം വീതിയിലും എല്ലായിടത്തും ആഘോഷം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ആ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇവിടെ DJ പാർട്ടി നടക്കുകയാണ്. യുവജനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, യുവാക്കളെല്ലാം ഉണ്ട്. അവർ മതിമറന്ന് ആഘോഷിക്കുക തന്നെയാണ്. 2024 എല്ലാ സങ്കടങ്ങളും എല്ലാം മറന്നുകൊണ്ട് 2025 വരവേൽക്കാൻ വേണ്ടി അവർ ആഘോഷിക്കുക തന്നെയാണ്. ഇപ്പോൾ ക്രാഫ്റ്റ് വില്ലേജിന്റെ ചുമതലയുള്ള ആൾ നമ്മളോട് ചേരുകയാണ്. എങ്ങനെയാണ് ഈ ആഘോഷങ്ങൾ മുന്നോട്ട് പോകുന്നത്? കൺട്രി ക്ലബ്ബ് കണ്ടക്ട് ചെയ്യുന്ന 3ാമത്തെ ന്യൂ ഇയർ ഇവന്റാണിത്. ഏകദേശം കൺട്രി ക്ലബിന്റെ 600ഓളം മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റാണ്. മെമ്പേഴ്സിന് വേണ്ട എല്ലാ സഹകരണങ്ങളും സൗകര്യങ്ങളും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി പരിപാടികൾ എങ്ങനെയാണ്? ഇപ്പോൾ 8 മണി ആവുന്നതേ ഉള്ളൂ. 12 മണിക്ക് വരെ എങ്ങനെയാണ് പരിപാടികൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഏകദേശം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 12:30 വരെയാണ് നമ്മൾ DJ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഫയർ വർക്സ് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഏകദേശം 8, 9 മണി 10 മണിയോടുകൂടിയാണ് എല്ലാ ആൾക്കാരും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 12 മണിയൊക്കെ ആവുന്ന സമയത്താണ് ഫുൾ വൈബിലോട്ട് പ്രോഗ്രാം എത്തുന്നത്. അപ്പോൾ സ്റ്റാർട്ടറായേ ഉള്ളൂ, ഇനി വലിയ പരിപാടികൾ കാത്തിരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇതിനെക്കാട്ടിൽ വളരെ മികച്ച പരിപാടികൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായും ഇതൊരു തുടക്കം മാത്രമാണ്. ഈ DJ പരിപാടികൾ തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും എങ്ങനെയുണ്ട് ന്യൂ ഇയർ? എങ്ങനെയാണ്? എല്ലാവരും നല്ല വൈബിൽ തന്നെയാണ്. ആഘോഷത്തിന്റെ കൊടുമ്പിൽ തന്നെയെന്ന് പറയേണ്ടി വരും. കാരണം ആ രീതിയിൽ തന്നെയാണ് ഇവിടെ ആഘോഷങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. പ്രതികരിക്കാൻ പോലും തയ്യാറാക്കാത്ത രീതിയിൽ ആ രീതിയിൽ എല്ലാവരും ബൈബിൾ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഡാൻസ് ചെയ്ത് തുടങ്ങിയുള്ളല്ലേ? ഡാൻസ് ചെയ്ത് തുടങ്ങിയുള്ളൂ. ഒറ്റയ്ക്കാണോ വന്നേ? പുള്ളി വേറെ ബൈബിൾ പറ്റർത്താണല്ലേ? ന്യൂ ഇയർ ഇവിടെ തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചു. എല്ലാ പ്രാവശ്യവും കോളം തന്നെയാണ് വരുന്നത്. എങ്ങനെയുണ്ട്? അരുണ്യ, ആ രീതിയിൽ എന്തായാലും ആഘോഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ടർ മാത്രമാണ്. ഇത് വലിയ സസ്പെൻസുകൾ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സംഘാടകർ പറയുന്നത്. വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കി തന്നെയാണ് ഈ പരിപാടി നടക്കുന്നത്. കൃത്യമായി ആ എണ്ണമൊക്കെ ക്രമീകരിച്ച് ആ രീതിയിൽ തന്നെയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ, 12 വരെ ഓൺ. അതുപോലെ ഓൺ, നമ്മൾ ഫുൾ ഓൺ ആയി. ഓൺ 12 വരെ ഓണാണ്. കട്ടക്ക് നിൽക്കും. പിന്നല്ല 12 മണി എന്തായാലും ആ വൈബിൽ തന്നെയാണ് ഇവിടെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റാർട്ടറാണ്. ഇനി ഒരുപാട് സസ്പെൻസുകൾ കോവളത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്തായാലും കാണാൻ തന്നെയാണ്. എല്ലാവരും ആ രീതിയിൽ തന്നെയാണ് ഇവിടെ, ആ വൈബിൽ തന്നെയാണ് ഇവിടെ തുടരുന്നത്. അരുണ്യ, ശരി. അനുരാഗ്, അടിച്ചു പൊളിച്ചോളൂ, അവരോടൊപ്പം ചേർന്ന് ഡാൻസ് ഒക്കെ കളിച്ചോളൂ. നമുക്ക് വീണ്ടും ഈ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.